Good morning, all. Good morning. Good morning, ma'am. Good morning. Good morning. Good morning. Good morning, ma'am. Good morning. കഴിഞ്ഞ ദിവസം ക്ലാസ്സിലിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയാ? ഇന്നലെ കഴിഞ്ഞ ദിവസം എടുത്ത പോർഷൻസ് ഒക്കെ നോക്കിയാ? Yes, ma'am. ഓക്കെ, എന്തെങ്കിലും Yes, ma'am. No, എല്ലാം മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ma'am. അതിന്റെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ വന്നിരുന്നില്ലേ? എല്ലാവരും ആൻസർ ചെയ്തിയോ? കിട്ടിയോ? Yes, ma'am. Yes. ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ജോയിൻ ആയാ? Okay. മിലൻ, ജിജു, മിലന് കിട്ടിയില്ല? മോക്ക് ടെസ്റ്റിന്റെ കിട്ടിയില്ല?
മിലൻ. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടാവല്ലോ മോക്ക് ടെസ്റ്റിന്റെ അല്ലേ? ഗൂഗിൾ ക്ലാസ് റൂമിലല്ലേ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ്? 5 ക്വസ്റ്റ്യൻസ്. അതെ മാം. ഓക്കെ, മിലൻ ഒന്ന് കയറി നോക്കൂട്ടോ. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ഫാർമസിയുടെ ഇൻട്രൊഡക്ഷൻ, ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, അതിനെ ബേസ് ചെയ്തൊരു 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ അത് പിന്നെ 3 പോയിന്റ്സ് പറഞ്ഞപ്പോഴേക്കും ടൈം ഔട്ട് ആയ കാരണം നമ്മൾ ഇന്ന് ആദ്യം മുതൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെ ഉൾപ്പെടുന്ന പറഞ്ഞേ? ഇൻഫ്രാസ്ട്രക്ചറില് എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി എവിടെ സ്ഥിതി ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ളതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കേൾക്കുന്നുണ്ട് എല്ലാവർക്കും? യെസ് മാം. നെക്സ്റ്റ് ഫസ്റ്റ് പോയിന്റ്, എല്ലാവരും മ്യൂട്ട് ചെയ്തോട്ടാ. Located in the first floor or in the ground floor. എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി എവിടെയാണ് സ്ഥിതി ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറില്, 1ാം നിലയില്, അതല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്. നെക്സ്റ്റ്, OP pharmacy should have a grand appearance and must have enough space patient who should wait for medicine. എന്തായിരിക്കണം? ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി എങ്ങനെയായിരിക്കണം? ഒരു ഗ്രാൻഡ് അപ്പിയറൻസ്. പിന്നെ എന്ത് ചെയ്യണം? മരുന്ന് വാങ്ങിക്കാൻ വരുന്ന പേഷ്യൻസിന് അവിടെ ഇരിക്കാൻ ആവശ്യമായി സ്ഥലം ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു, നമ്മൊരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ പോകുമ്പോൾ അവരൊരു വെളിച്ചില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എല്ലാവരും തിങ്ങി നിറഞ്ഞ് നമുക്ക് എയർ ഒന്നും കിട്ടാണ്ട് അങ്ങനെയുള്ള ഒരു സ്പേസ് ആണെങ്കിൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ തോന്നുമോ? നമുക്ക് ശ്വാസം മുട്ടൂലേ? ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ഒന്നും കണ്ട് മതിയായ വെളിച്ചോ ഇല്ല, സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാൻഡ് അപ്പിയറൻസ്, വരുന്ന പേഷ്യൻസിന് നല്ലൊരു റിലാക്സ് ആയിരിക്കണം അവിടെ ഇരിക്കാനായിട്ട്. ചാപ്റ്റർ ഫാർമസി, ഫാർമസിയുടെ ചാപ്റ്റർ ആണ് മിസ് എടുക്കുന്നത്. ചാപ്റ്ററിന് ഇത് നോക്കണ്ട, 15 നമ്പർ നോക്കണ്ട, ജസ്റ്റ് ഫാർമസിന്റെ ചാപ്റ്റർ. മിസ് കഴിഞ്ഞ ക്ലാസ് എഴുതിയിട്ടില്ല, അതില് ക്വസ്റ്റ്യൻസ് 5 തന്നിരുന്നില്ല മിസ്, അത് മാത്രം എഴുതിയിട്ടുള്ളൂ. അത് മതിയോ? ക്ലാസ്സിന് നോട്ട് എഴുതിയിട്ടില്ല. നമുക്ക് നോട്ട്സ് വേണ്ട, PDF ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മിസ് എടുത്ത ക്ലാസ് വീഡിയോ റെക്കോർഡഡ് ആണ്. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. മിസ് നോട്ട് തരൂല? ഇല്ല, നമുക്ക് PDF മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ക്ലാസ് എടുക്കണോടൊപ്പം എന്തെങ്കിലും വല്ല വേർഡ്സിന്റെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത്, നിങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് ഇല്ലേ, പ്രിന്റ് ഔട്ട് ഇല്ലേ? പ്രിന്റ് ഔട്ട് ചോദിച്ചോളൂ. മിസ്, കഴിഞ്ഞ മോക്ക് ടെസ്റ്റിലെ 5ാമത്തെ ക്വസ്റ്റ്യനില് എന്താ പറയാ, ഡാഷ് സ്റ്റോർഡ് ഇൻ എ സെക്യൂർ പ്ലേസ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ? അതില് ഞാനൊക്കെ കരുതിയ മെഡിസിൻ ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അതില് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്നാണ് ആൻസർ വരുന്നത്. അത് റെഡിയാണ്, പക്ഷെ അങ്ങനെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാത്തോണ്ടേ 2 തരത്തിൽ നമുക്ക് ഡൗട്ട് വരികയോ. ഓക്കെ, ഞാൻ ഇത് എനിക്ക് അത് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്തോട്ടെ മിസ് ക്ലാസ്? മിസ് കണ്ടിന്യൂ ചെയ്തോട്ടെ ക്ലാസ്? OPD waiting room should give a professional look. എന്താണ് OPD?
അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനുള്ള വെയിറ്റിംഗ് റൂം, മെഡിസിൻ വാങ്ങിക്കാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന റൂം എന്താണ്, ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം. There should be educative posters on health and hygiene and literature for reading. എങ്ങനെയാണ് നമ്മൊരു ഹോസ്പിറ്റലിന്, ഫാർമസിയിൽ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, അവിടെ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച്, ഹൈജീനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട പോസ്റ്ററുകൾ, അങ്ങനെയുള്ള ഇതൊക്കെ ചുമര് പൊട്ടിച്ചേക്കണൊക്കെ കണ്ടിട്ടില്ലേ, എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ഇല്ലേ, വായിക്കാനായിട്ട് ഒന്നുകിൽ മാഗസീൻസ് അല്ലെങ്കിൽ ആരോഗ്യ മാസിക, അതല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും ഇല്ലേ. അതാണ് പറഞ്ഞിരിക്കുന്നത് there should be educative posters on health and hygiene and literature for reading. Next, suitable space must be given for regular manufacturing of stock solution, powders, ointment. എന്താണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് എന്താണ് ചില ഹോസ്പിറ്റലിൽ മാനുഫാക്ചറിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് സ്റ്റോക്ക് സൊല്യൂഷൻ ഒക്കെ ആവശ്യമായിട്ട് വരും. ഈ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ സ്റ്റോക്ക് സൊല്യൂഷൻ ആണ് കേട്ടോ. അതൊക്കെ ആവശ്യമായിട്ട് വരും, പൗഡേഴ്സ്. അപ്പൊ അതിനൊക്കെ എന്താണ് ശരിയായ ഒരു സ്പേസ് കൊടുക്കണം. നമ്മുടെ മെഡിസിൻ ഒക്കെ വെക്കുന്നിടത്തല്ലാതെ ഈ സ്റ്റോക്ക് സൊല്യൂഷനും പൗഡേഴ്സും ഓയിന്റ്മെന്റ്സും വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് വേണം. The manufacturing room should be near the pharmacy. എവിടെ മാനുഫാക്ചറിംഗ് റൂം എവിടെയായിരിക്കണം, ഫാർമസിനോട് തൊട്ടടുത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ്, ഓഫീസ് ഓഫ് ദ ചീഫ്. നമ്മുടെ ഫാർമസിയുടെ ചീഫിന്റെ ഓഫീസ് എവിടെയായിരിക്കണം, ഈ ഫാർമസിയിലായിരിക്കണം ഉണ്ടായിരിക്കണം. ഫാർമസിനോട് തൊട്ടടുത്ത് അല്ലെങ്കിൽ ഫാർമസിനുള്ളിൽ തന്നെ അവർക്കൊരു സെപ്പറേറ്റ് തിരിച്ചിട്ടൊക്കെ ആയിരിക്കണം, സ്പേസ് തിരിച്ചിട്ടൊക്കെ. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ, ഈ മെഡിസിൻസ് പാക്ക് ചെയ്യാനും ലേബൽ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ, ചില മെഡിസിൻസ് നമ്മുടെ ഇൻസുലിന് അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ എങ്ങനെയാണ് കോൾഡ് ഫ്രിഡ്ജിലൊക്കെ ആയിരിക്കും സൂക്ഷിക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് എന്ത് വേണം, ഫാർമസിയിൽ ഒരു കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. റിസർച്ച് വിങ് ഞാൻ പറഞ്ഞു, നമ്മുടെ മെഡിസിൻസ് ഒക്കെ മാനുഫാക്ചറിങ് ചെയ്യണവർക്ക് അവരെങ്ങനെയാണ് റിസർച്ചുകളൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് സുകന്യ മ്യൂട്ട് ചെയ്ത് വെക്കൂട്ടോ. അങ്ങനെയൊക്കെ ആയിരിക്കും അവര് മെഡിസിൻസ് നിർമ്മിക്കുന്നത്, റിസർച്ച് ചെയ്ത് അതെന്തെങ്കിലും ഉപയോഗിച്ച് അതിനുശേഷം. അപ്പൊ എന്തുണ്ടായിരിക്കണം, ഒരു റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. പിന്നെ ഫാർമസി സ്റ്റോർ റൂം, എന്താണ് ഫാർമസിയിലെ മെഡിസിൻസും അവർക്ക് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കുക. ലൈബ്രറി ഉണ്ടായിരിക്കുക. പിന്നെ റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ, എന്താണ് റേഡിയോ ഐസോട്ടോപ്പും സ്റ്റോർ ചെയ്യാനും സൂക്ഷിക്കാനും അത് വിതരണം ചെയ്യാനും ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കണം. An unsteady form of a chemical element that release radiation since it breaks down in. ഒറ്റ സ്ലോലി പറയോ, കൂടെ വെക്കാൻ പറ്റില്ല. ഓക്കെ ടീച്ചറെ ഫസ്റ്റ് തൊട്ടെന്ന് പറയോ, ക്ലാസ് ഞാൻ ഇപ്പളാ ജോയിൻ ചെയ്തത്. ഈ റേഡിയോ ഐസോട്ടോപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ 2-3 ടൈംസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ, ഒരു ഇത് തന്നെ. ഓക്കെ ഓക്കെ മിസ്. അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലമെന്റ്, നമ്മൾ ഏതെങ്കിലും ഒരു കെമിക്കൽ എലമെന്റ് അല്ലെങ്കിൽ ഒരു മൂലകം അതെന്താണ് ബ്രേക്ക് ചെയ്തിട്ട് വിഘടിച്ചിട്ട് ഒന്നില്ലെങ്കിൽ അതിന് റേഡിയേഷൻ വരും, റേഡിയോ ഐസോട്ടോപ്പിൽ നിന്ന്. അതല്ലെങ്കിൽ അതിന് സ്ഥിരത കൈവരും. എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് റേഡിയേഷൻ ഒക്കെ നടത്തൂലേ, സ്കാനിങ്, റേഡിയേഷന്, കീമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന പേഷ്യൻസ് ഇല്ലേ, ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയുള്ളവര് അവർക്ക് ഉപയോഗിക്കുന്നതാണ് ഈ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അത് നമ്മൾ പറയും, ഒരു കീമോ ചെയ്ത പേഷ്യന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ ചെയ്ത പേഷ്യന്റിന്റെ അടുത്ത് ഒരു കുറച്ചു ദിവസത്തേക്ക് കുഞ്ഞുങ്ങളെ വിടാൻ പാടില്ല, ചെറിയ കുട്ടികളെ വിടാൻ പാടില്ല എന്നത് എന്താണ്, അവർക്ക് റേഡിയേഷൻ അടിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇതുകള് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുക. ഇൻ മെഡിസിൻസ് ദേ ആർ യൂസ്ഡ് ഇൻ ഇമേജിംഗ്, ടെസ്റ്റ് ആൻഡ് ഇൻ ട്രീറ്റ്മെന്റ്. എന്താണ് ഈ റേഡിയോ ഐസോട്ടോപ്പുകളാണ് സ്കാനിങ്ങിന്, ഇമേജിംഗ് എന്നാലും സ്കാനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്കാനിങ്ങിന് അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെന്റിന്, കീമോ, റേഡിയേഷൻ അങ്ങനെയുള്ളതിന് യൂസ് ചെയ്യുന്നത്. All radioactive isotopes should be stored in a secure when they are not used. എന്നാണ് റേഡിയോ ഐസോട്ടോപ്പുകൾ എവിടെയെങ്കിലും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക.
എപ്പോഴാണ് ആ റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. ഇഫ് ദേ ആർ സ്റ്റോർഡ് ഇൻ എ ലബോറട്ടറി, റേഡിയോ ഐസോട്ടോപ്പ് എവിടെയായിരിക്കും സൂക്ഷിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ലബോറട്ടറിയിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ആയിരിക്കും റേഡിയോ ഐസോട്ടോപ്പുകൾ സൂക്ഷിക്കുന്നത്. അപ്പൊ ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നില്ല, ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് അവ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ സ്ഥലം എന്ത് ചെയ്യുക? ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. അതാണ് നെക്സ്റ്റ് പറഞ്ഞത്. ഇഫ് ദേ ആർ സ്റ്റോർഡ് ഇൻ ലബോറട്ടറി ദ ലാബ് മസ്റ്റ് ബി ലോക്ക്ഡ് വെൻ ദേ ആർ നോട്ട് യൂസ്ഡ്. ലബോറട്ടറിയിലാണ് സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ലോക്ക് ചെയ്ത് ലബോറട്ടറി ലോക്ക് ചെയ്യാം. ഇഫ് ദ ഐസോട്ടോപ്പ് ഈസ് സ്റ്റോർഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സ് ഓർ ഫ്രീസേഴ്സ് ഇൻ ലാബ് ഓർ ഹോൾവേയിലോ ഉള്ള അതോ അല്ലെങ്കിൽ ലാബിലുള്ള റെഫ്രിജറേറ്ററിലോ ഫ്രീസറിലാണോ സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദ റെഫ്രിജറേറ്റർ ഓർ ഫ്രീസർ മസ്റ്റ് ബി ലോക്ക്ഡ്. ഉപയോഗിക്കുന്നില്ലെങ്കിൽ റേഡിയോ ഐസോട്ടോപ്പ് അപ്പൊ നിലവില് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫ്രീസർ റെഫ്രിജറേറ്റർ ലബോറട്ടറി എന്തൊക്കെയാ? ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. റേഡിയോ ഐസോട്ടോപ്പ് പറയുന്നത് എന്താ ശരിക്കൊരു? കാർബൺ എന്നൊക്കെ പറയില്ലേ? കാർബൺ വിഘടനം സംഭവിച്ച് കാർബൺ 14 കാർബൺ 16 ഉണ്ടായിരിക്കും. പക്ഷെ കാർബൺ 14 ഒരു റേഡിയോ ഐസോട്ടോപ്പ് അല്ല. കാർബൺ 16 എന്താണ്? ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ്. നിങ്ങൾക്ക് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പഠിച്ചാൽ മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കാർബൺ 16. ഓക്കെ മിസ് ഒന്ന് ചോദിച്ചോട്ടെ, എന്താ ലാസ്റ്റ് മിസ് ചെയ്ത് ഈ പോയിന്റ്സ് 10 ഉള്ളത് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് എഴുതാൻ പറഞ്ഞുതരുമോ? ഓക്കെ, ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നുകൂടെ സ്പീഡ് കുറച്ചിട്ട് എഴുതാനുള്ള രൂപത്തിൽ ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞാ മതിയേ. മലയാളത്തിൽ മീനിങ് എഴുതാനാണ്. പ്രിന്റ് ഔട്ട് ഇല്ല, അതുകൊണ്ടാ പറയണത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നമുക്ക് ആവശ്യമുള്ള നോട്ട്സുകള്? ഇനിയിപ്പോ ചാപ്റ്റർ 15 നിങ്ങളുടെ പ്രിന്റ് ഔട്ട് എടുക്കാൻ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തോളൂ കേട്ടോ, പറ്റാവുന്നവർ. ഓക്കെ, പ്രിന്റ് ഔട്ട് ഇല്ല, അപ്പൊ നോട്ട്സ് എഴുതിയാല് അത് നോട്ട്സ് യൂസ് ചെയ്യാച്ചിട്ടുണ്ട്. ഞാൻ പറയാം. ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് വേഗം നോട്ട് ചെയ്തോളൂ. ലൊക്കേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, ലൊക്കേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഫാർമസി എവിടെയാണ്? ഹോസ്പിറ്റൽ ഫാർമസി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ, അതല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ. ലൊക്കേറ്റഡ് ഇൻ ഫസ്റ്റ് ഫ്ലോർ ഓർ ഗ്രൗണ്ട് ഫ്ലോർ. ഫാർമസി ചാപ്റ്റർ 15 ഫാർമസി, അതിലെ ഇൻഫ്രാസ്ട്രക്ചർ. Next, OP pharmacy should have a grand appearance and must have enough space. Patient who should wait for medicines. OPD's waiting room should give a professional look. There should be an educative posters on health and hygiene and literature forwarding. എന്താ വെച്ചാല് OP ഫാർമസിയിലെ വെയിറ്റിംഗ് ഏരിയ എന്തായിരിക്കണം? ഗ്രാൻഡ് അപ്പിയറൻസ്. പിന്നെ പേഷ്യൻസിന് ഇരിക്കാൻ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടായിരിക്കുക. കൂടാതെ OPD വെയിറ്റിംഗ് റൂമിൽ എന്താണ്? നമ്മുടെ എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ്, എന്തുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഹൈജീന് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ് ഉണ്ടായിരിക്കുക. പിന്നെ കൂടാതെ പേഷ്യൻസിന് അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്നവർക്ക് ആവശ്യമായ ലിറ്ററേച്ചേഴ്സ്, എന്തിനു വേണ്ടിയിട്ട്? റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ്, ഒന്നില്ലെങ്കിൽ മാഗസീൻസ് അല്ലെങ്കിൽ ആരോഗ്യമാസം അങ്ങനെയുള്ളത്, അതല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും റീഡിങ്ങിന് ആവശ്യമായ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിരിക്കുക. പിന്നെ സ്റ്റോക്ക് സൊല്യൂഷൻ. നെക്സ്റ്റ് മൂന്നാമത്തത്, suitable space must be given for regular manufacturing of stock solution, powder, ointment, etc. എന്താണ് നമ്മൾ മാനുഫാക്ചറിങ് ഉപയോഗിക്കുന്ന സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡേഴ്സ്, ഓയിന്റ്മെന്റിനൊക്കെ എന്താണ്? സ്യൂട്ടബിൾ, അതിനാവശ്യമായ സ്പേസ് കൊടുക്കുക. പിന്നെ മാനുഫാക്ചറിംഗ് റൂം എവിടെ ഇരിക്കണം? ഫാർമസിനോട് അടുത്തായിരിക്കുക. പിന്നെ ഓഫീസ് ഓഫ് ദി ചീഫ്, ഫാർമസിയിലെ ചീഫിനുള്ള ഓഫീസ് ഉണ്ടായിരിക്കുക.
ഇപ്പൊ ഫാർമസിയില് ചീഫിന് വേറെ ഏതെങ്കിലും സെക്ഷനിലാണ് ഓഫീസൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫാർമസിയിൽ എന്തെങ്കിലും കാര്യത്തിന് ചീഫിന് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി വിളിക്കേണ്ടി വരില്ലേ? ബുദ്ധിമുട്ടല്ലേ അത്? അപ്പൊ അവിടെ തന്നെ ഫാർമസിയിലെ ചീഫിന് ഫാർമസിയിൽ തന്നെ ഒരു ഓഫീസ് കൊടുക്കുക. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ, ഫാർമസിയിലെ മെഡിസിൻസിന് പാക്കേജിങ്ങിന് ലേബലിങ്ങിന് ഉള്ള ഒരു ഏരിയ ഉണ്ടാക്കുക. പിന്നെന്താണ് കോൾഡ് സ്റ്റോറേജ് ഏരിയ, മരുന്നുകൾ ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ടത് അതല്ലെങ്കിൽ തണുപ്പ് അങ്ങനെയുള്ള മരുന്നുകൾക്ക് കോൾഡ് സ്റ്റോറേജ്, ഇൻസുലിൻ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്താ ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ അല്ല സൂക്ഷിക്കുന്നത്. അതിനെന്ത് വേണം? കോൾഡ് സ്റ്റോറേജ് ഏരിയ. റിസർച്ച് വിങ്, ഗവേഷണ വിഭാഗം ഉണ്ടായിരിക്കും. അപ്പൊ മാനുഫാക്ചറിങ് ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യണം? മെഡിസിൻസ് ഒക്കെ അവര് റിസർച്ച് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു റിസർച്ച് വിങ് ഉണ്ടായിരിക്കുക. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന മരുന്നുകളുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്കൊരു റിസർച്ച് വിങ്ങിന്റെ ആവശ്യമുണ്ട്. ഒരു റിസർച്ച് വിങ് ഉണ്ടായിരിക്കുക. ഫാർമസി സ്റ്റോർ റൂം, ഫാർമസിയുടെ സ്റ്റോർ റൂം, ലൈബ്രറി. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതില്ലല്ലോ. ഇനി ലാസ്റ്റ് വന്നത് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. റേഡിയോ ഐസോട്ടോപ്പുകൾ സ്റ്റോർ ചെയ്യാനും വിതരണം ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കുക. എന്തുകൊണ്ടാണ്? റേഡിയോ ഐസോട്ടോപ്പുകള് വിഘടനം സംഭവിച്ച് എന്ത് ചെയ്യും? നമുക്ക് റേഡിയോ ഐസോട്ടോപ്പിന് റേഡിയേഷൻ സംഭവിക്കും. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് അതിന് ഒരു സെക്യൂർഡ് സ്ഥലം, അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ലാബിലാണ് സൂക്ഷിക്കുക. അപ്പൊ ഈ റേഡിയോ ഐസോട്ടോപ്പുകളെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ലാബ് അതല്ലെങ്കിൽ ആ ഫ്രീസർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് എന്ത് ചെയ്യുക? ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ആ സെക്ഷനില്? ഇൻഫ്രാസ്ട്രക്ചർ എല്ലാവരും എഴുതിയെടുത്തോ ആവശ്യമുള്ളവര്? ഹലോ, ആ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? ഇല്ല മിസ്. മാം എഴുതിക്കൊണ്ടിരിക്കുക മാം. ആ ഓക്കെ ഓക്കെ. എവിടെ എത്തി? കഴിയാറായാ? ലാസ്റ്റ് പോയിന്റ് 10th. ആ ഇപ്പൊ ഞാൻ പറയണത് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് നോക്കുമ്പോ നോട്ട് നോക്കുമ്പോ മനസ്സിലാവണം മിസ് പറഞ്ഞത് ഇതാണെന്നുള്ളത്. ആ ഒരു രീതിയിൽ എഴുതിയാലും മതി. ലെക്ചർ നോട്ടുള്ള നെക്സ്റ്റ് പറയാലോ. കഴിഞ്ഞൊരു ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻഫ്രാസ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് എടുക്കാലോ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഫാർമസിയിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ, എന്തൊക്കെ ഉപകരണങ്ങൾ വേണം? എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദി ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തണം? ആർക്കെങ്കിലും പറയാമോ എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടി വരുമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. ഒരു ഫാർമസി, ഒരു ഹോസ്പിറ്റൽ ഫാർമസി ഒന്ന് ഇമാജിൻ ചെയ്യും. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അവിടെ എന്തൊക്കെ ഉപകരണങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ? വൃന്ദ ഒന്ന് പറഞ്ഞേ. കത്രിക, സിസേഴ്സ്, അതാണ് പെട്ടെന്ന് ഓർമ്മ. കാൽക്കുലേറ്റർ, ഫ്രിഡ്ജ് ഉണ്ടാവും, റെഫ്രിജറേറ്റർ ഉണ്ടാവും,
പിന്നെ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം, ഇല്ലേ? കമ്പ്യൂട്ടർ ഉണ്ടാവും, ടെലിഫോൺ ഉണ്ടാവും, സെക്ഷൻ സിസ്റ്റം. സെക്ഷൻ അല്ല, പാക്കിംഗ് സെക്ഷൻ നമ്മ ഇതിൽ പറഞ്ഞില്ലേ ഇൻഫ്രാസ്ട്രക്ചറില്. ടെലിഫോൺ ഉണ്ടാവും, എക്യുപ്മെന്റ്സ് ആണ്. ഷെൽഫും ഡ്രോയേഴ്സ് എല്ലാം ഉണ്ടാവും മരുന്ന് വെക്കാൻ വേണ്ടി. ക്യാബിനറ്റുകള് അല്ലെ, കബോർഡുകള്. പറയട്ടെ എന്നാ മ്യൂട്ട് ചെയ്തോ കേട്ടാ, മ്യൂട്ട് ചെയ്തോ. നീതു എക്യുപ്മെന്റ്സ്. പ്രിസ്ക്രിപ്ഷൻ കേസ്. പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡോക്ടേഴ്സ് എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻസ് അതൊക്കെ എന്താണ്, ഒരു ഫയലിലായിരിക്കും ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാം. അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് ഒരു കേസ് ഉണ്ടാവില്ലേ അവർക്ക്, പ്രിസ്ക്രിപ്ഷൻ കേസ്. അതാണ് ഡ്രഗ് സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. എന്താണ്, നമ്മുടെ മെഡിസിൻസ് സ്റ്റോക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് കബോർഡുകളും ഷെൽഫുകളൊക്കെ വേണ്ടി വരും. നമുക്ക് അറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട് കബോർഡുകളുടെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണ ഇന്ന മെഡിസിൻ ഇവിടെ ഇരിക്കുന്നു, പാൻറ്റാസിഡ് 40, അതല്ലെങ്കിൽ പാരസെറ്റാമോള് അല്ലെങ്കിൽ മെഫ്താള്, അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓരോരുത്തർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മെഡിസിൻസിന്റെ പേര് ഓരോ കബോർഡുകളില്. പിന്നെ നെക്സ്റ്റ് സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് വിത്ത് കബോർഡ് സ്പേസ്. എന്താണ്, കബോർഡുകൾ, ക്യാബിനറ്റ് ഉള്ള ക്യാബിനറ്റിന് കബോർഡുകളുള്ള ഇതുണ്ടായിരിക്കുക. വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. നമ്മ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് മരുന്നുകൾ പേഷ്യൻസിന്, ഔട്ട് പേഷ്യന്റിന് ഒക്കെ മരുന്നുകൾ തരാനായിട്ട് ചെറിയ ചെറിയ വിൻഡോസ് ഒക്കെ ഉണ്ടാവില്ലേ, കണ്ടിട്ടില്ലേ? കൗണ്ടർ ഒക്കെ കണ്ടിട്ടുണ്ടോ? കൗണ്ടർ നമ്പർ 1, 2 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അതിന്റെ അടിയിലായിട്ട് ചെറിയ വിൻഡോസ് ഒക്കെ ഇല്ലേ, കണ്ടിട്ടുണ്ടോ? ചെറിയൊരു ഹോള് പോലെ. എന്നിട്ട് അതിൽ കൂടെ അല്ലേ നമുക്ക് മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യണ അവിടുത്തെ ഫാർമസിസ്റ്റുകള്. അവിടെ എന്താണ്, ഉണ്ടാവൂലേ, അവർക്ക് അവിടെ ഒരു ടേബിൾ ഉണ്ടാവും, അവിടെ മെഡിസിൻസ് വെച്ചിട്ട് ഇന്ന മരുന്ന് ഇത്ര നേരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ അവര് തരുന്നത്. അതാണ് വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. സ്ഥിരമായിട്ട് മരുന്ന് വിതരണത്തിന് ഒരു വർക്ക് ടേബിൾസും കൗണ്ടേഴ്സും ഉണ്ടായിരിക്കുക. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. എന്താണ്, നമ്മൾ കിച്ചണിലൊക്കെ ഉണ്ടാവില്ലേ സിങ്ക്, ഒരു കുറച്ച് സ്പേസ് ഇങ്ങനെ ഉണക്കാനൊക്കെ സൂക്ഷിക്കാനുള്ള പോലെ സിങ്ക്. അതാണ് സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടർ ആൻഡ് പെസ്റ്റിൽസ്. എന്താണ്, മോട്ടറും പെസ്റ്റിൽസും കീടനാശിനികൾ അതല്ലെങ്കിൽ കെമിക്കൽസ് അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഈ മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലേ പോലത്തെ സാധനം. ഈ കാലൊക്കെ ഒടിഞ്ഞു കഴിയുമ്പോ അത് മുറിച്ചിട്ടില്ലേ, ബാക്ക് പ്ലാസ്റ്റർ പോലെ, അതാണ് കേട്ടോ മോട്ടർ. അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ക്യാബിനറ്റ് ഉണ്ടായിരിക്കുക. കബോർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ. എന്താണ്, ഗ്ലാസിന്റെ ഐറ്റംസ്, ഗ്ലാസിന്റെ പാത്രങ്ങള്, ഫ്ലാസ്കുകള്, ഫണൽസ്, ബീക്കർ, ഇതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു കബോർഡ് ഉണ്ടായിരിക്കുക. റെഫ്രിജറേറ്റർ ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജ് ഉണ്ടായിരിക്കുക. നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്കഡ് ഡ്രോയേഴ്സ്. ഈ നമ്മുടെ സെഡേഷൻ കൊടുക്കുന്നവർ അങ്ങനെയുള്ളതൊക്കെയാണ് നാർക്കോട്ടിക്സിൽ ഉൾപ്പെടുന്നത്. അതൊക്കെ സൂക്ഷിക്കാനായിട്ട് ലോക്കുള്ള ഒരു ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കണം. അതൊക്കെ എന്താ, നമ്മൾ സെക്യൂർഡ് ആയിട്ട് സേഫ് ആയിട്ട് സൂക്ഷിക്കേണ്ട മരുന്നുകളാണ്. അതൊക്കെ സൂക്ഷിക്കാനായിട്ട് സെപ്പറേറ്റ് ലോക്കഡ് ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കുക. ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. എന്താണ് ഓഫീസ് ഡെസ്ക്, എന്തുള്ളത്, ടെലിഫോൺ കണക്ഷനും ഫയൽ ക്യാബിനറ്റ് ഒക്കെ, ഫയലൊക്കെ വെക്കാനുള്ള ക്യാബിനറ്റ് ഒക്കെ ഉള്ള ഒരു ഓഫീസ് ഡെസ്ക് ഉണ്ടായിരിക്കുക. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ ന്യൂട്സസ് അല്ല, നേഴ്സസ് ആണ്. നേഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യന്റിനും നേഴ്സിനും മരുന്നുകൾ. നേഴ്സിന് എന്താണ്, മരുന്നുകൾ ഔട്ട് പേഷ്യന്റിന് കൊടുക്കാനുള്ള ഡിസ്പെൻസിങ് വിൻഡോ. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ വിൻഡോസ് ഉണ്ടാവുന്നത് കൗണ്ടറിന്റെ അവിടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നേഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. പ്രിസ്ക്രിപ്ഷൻ കേസ്, ഡ്രഗ് സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്.
എന്താണ് നമ്മുടെ മരുന്നുകൾ സൂക്ഷിക്കാനുള്ള സെപ്പറേറ്റ് സ്റ്റോക്കുകൾ, സൂക്ഷിക്കാനുള്ള ഷെൽഫുകളും പ്രോപ്പർ ആയിട്ടുള്ള ഷെൽഫുകളും ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കുക. സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് വിത്ത് കബോർഡ് ബേസ്, വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. റെഗുലർ ആയിട്ട് സ്ഥിരമായിട്ട് മരുന്നുകൾ വിതരണത്തിനുള്ള കൗണ്ടറും വർക്ക് ടേബിളും ഉണ്ടായിരിക്കുക. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടർ ആൻഡ് പെസ്റ്റിൽസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂട്ടാ. ഞാൻ ഡൗട്ട്സ് ഉണ്ടോ എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും? തേർഡ് പോയിന്റ് എന്ന് പറയുമോ? സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് വിത്ത് കബോർഡ് ബേസ്. എന്താണ് ക്യാബിനറ്റ് ഡ്രോയറുകൾ, അലമാര, ഇങ്ങനെ ഇങ്ങനെ വലിക്കണ ഉണ്ടാവൂലേ ചില ക്യാബിനറ്റുകൾ, ഇങ്ങനെ ഡ്രോയർ പോലെ വലിക്കാൻ പറ്റുന്നത് കണ്ടിട്ടില്ലേ? സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടാവും ചിലത്, ഇങ്ങനെ ഡ്രോയറുകൾ നമുക്ക് വലിച്ചത് ഇങ്ങനെ സൂക്ഷിക്കാനൊക്കെ പറ്റും. മാം മോട്ടർ ആൻഡ് പെസ്റ്റിൽസ് അതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. മോട്ടർ എന്ന് പറഞ്ഞാല് ക്ലേ പോലുള്ളതാ. നമ്മുടെ ഈ കാലൊക്കെ ഒടിഞ്ഞൊഴിയൂലേ, അപ്പൊ നമുക്കത് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് ഉള്ളിലിട്ടിട്ടുണ്ടാവൂലേ ഒരു ഇത്. മാം എക്സ്ക്യൂസ് മീ മാം, അത് മോട്ടർ ആൻഡ് പെസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല, അതായത് ടാബ്ലറ്റ് ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാട്ടോ. അതാണ് മാം മോട്ടർ ആൻഡ് പെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മള് പേഷ്യൻസിന് ട്യൂബിലൂടെ ഫുഡ് കൊടുക്കുന്ന പേഷ്യൻസിന് ടാബ്ലറ്റ് ഇറക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നമ്മൾ ടാബ്ലറ്റ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നതിനാണ് മോട്ടർ ആൻഡ് പെസ്റ്റിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ചതയ്ക്കണ ഇതുപോലെ ഇരിക്കുന്നത് കുഞ്ഞ് ആയിരിക്കും. കബോർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽസ് ആൻഡ് ബീക്കർ. എന്താണ് കബോർഡ്സ്? എന്തിനുള്ള? ഫ്ലാസ്കുകളും ഫണല്, ബീക്കർ, അതല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളൊക്കെ സൂക്ഷിക്കാൻ. നമ്മുടെ ഈ മെഡിസിന്റെ കൂടെയൊക്കെ അവ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? മെഡിസിൻസ് ഒക്കെ വലിച്ചെടുക്കുമ്പോൾ ഇത് വീണ് പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ എന്താ, ഇവയ്ക്കൊക്കെ സെപ്പറേറ്റ് ഒരു കബോർഡ് ഉണ്ടായിരിക്കുക. പിന്നെ റെഫ്രിജറേറ്റർ ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി, റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കുക. നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. എന്താണ് നാർക്കോട്ടിക്സ്? മരുന്നുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ സെഡേഷന്റെ മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്താ ലോക്ക് ചെയ്ത ഡ്രോയേഴ്സിലാണ് സൂക്ഷിക്കേണ്ടത്. ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. ടെലിഫോൺ കണക്ഷനും ക്യാബിനറ്റ്, ഫയൽ ക്യാബിനറ്റ് ഒക്കെ ഉള്ള ഓഫീസ് ഡെസ്ക് വേണം. പിന്നെ ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റിനും നഴ്സിനും മരുന്ന് വിതരണത്തിനുള്ള ഒരു ഡിസ്പെൻസിങ് വിൻഡോ. ഞാൻ പറഞ്ഞില്ലേ കൗണ്ടറിന്റെ അടിയിലൊക്കെ. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിച്ചണിലൊക്കെ ഉണ്ടാവൂലേ സ്റ്റീലിന്റെ സിങ്ക്, പൈപ്പ് സിങ്ക് ഉണ്ടാവൂലേ, അതന്നെ സെപ്പറേറ്റ്. അതിന് നമുക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും കഴുകി കഴിഞ്ഞ് ഉണക്കാനുള്ള ഒരു സ്പേസും കൂടിയുള്ള കിച്ചണിലൊക്കെ കണ്ടിട്ടില്ലേ സിങ്ക്, അതന്നെയാണ്. മിസ് ഫാർമസിയിൽ എന്താ ഉണക്കാനൊക്കെ ഉണ്ടാവുക, കഴുകാനൊക്കെ? അതെന്തെങ്കിലും വല്ല മെഷർ ചെയ്യാനുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടാവൂലേ മെഷർ ചെയ്ത് നോക്കാനാ. ഡൗട്ട് വല്ലതുണ്ടോ എക്യുപ്മെന്റ്സില്? ഇപ്പൊ ഓക്കെ ആയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് ഡയറക്റ്റ് മരുന്ന് എന്തെങ്കിലും കൊടുക്കുന്ന കുഞ്ഞ് ഇതുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ആയിരിക്കും അല്ലെ? ചെറിയ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും മെഷർ ചെയ്തിട്ട് അവർക്ക് അതൊക്കെ അങ്ങനെ തന്നെ വെക്കാൻ പറ്റുമോ? കഴുകി ചെയ്യണം. ഇപ്പൊ കത്രിക തന്നെ എന്തെങ്കിലും അയാളുടെ അതൊക്കെ കഴുകി ഇതാക്കിയല്ലേ ഉപയോഗിക്കുന്നേ. മാഡം ആ ലാസ്റ്റ് പോയിന്റ് ഒന്ന് പറയാമോ? വിൻഡോ ഫോർ ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. എന്താണ് നമ്മുടെ ഔട്ട് പേഷ്യന്റിന് മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ?
നേഴ്സിനെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ നേഴ്സുകള്, നമുക്ക് ഫാർമസിസ്റ്റുകൾ മരുന്നുകൾ തന്നെ ചെറിയൊരു വിൻഡോ കൗണ്ടറിന്റെ അടിയിലായിട്ട്, കൗണ്ടറിന്റെ 1, 2, 3 അങ്ങനെ എഴുതി വെച്ചതിന്റെ ചെറിയൊരു വിൻഡോ കണ്ടിട്ടില്ല? അതിലേക്ക് കൂടിയല്ലേ നമുക്ക് നഴ്സസ് മരുന്ന് തരുന്നത് ഫാർമസിന്ന്. കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ട്. അതാണ് ഡിസ്പെൻസിങ് വിൻഡോ. മരുന്നുകള് തരാനുള്ള ഒരു വിൻഡോ ഉണ്ടായിരിക്കുക. ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. എന്താ MUTSIS അതിൽ കാണിക്കുന്നു? അത് ഞാൻ പറഞ്ഞുതരാം. നേഴ്സസ് ആണത്. നേഴ്സസ്, ന്യൂട്സസ് അല്ല, നേഴ്സസ് ആണ്. ഓക്കെ, സോറി. നെക്സ്റ്റ് പറയാലോ? Yes, ma'am. Okay. Next, staffing. There should be drug and therapeutic committee for advice and decision making. എന്താണ് നമുക്ക് ഉപദേശങ്ങൾ, ഫാർമസിയിൽ ആവശ്യമുള്ള ഉപദേശങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്തുണ്ടായിരിക്കുക? ഒരു ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഫാർമസിയിലെ ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കാനും ഡിസിഷൻ എടുക്കാനും അവർക്ക് അഡ്വൈസ് കൊടുക്കാനൊക്കെ ഒരു ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താണ്, അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്, അവരുടെ ഫങ്ഷൻസ് എന്താണെന്ന് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഫാർമസിയിലെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനും എന്തെങ്കിലും അഡ്വൈസിന് അങ്ങനെയുള്ളതിനൊക്കെ ഒരു ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്. അതായത് നമുക്ക് ഫാർമസിസ്റ്റുകളുടെ എണ്ണം, ഒരു ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളുടെ എങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്? ആ ഹോസ്പിറ്റലിൽ എത്ര ബെഡ് ഉണ്ട്, എത്ര കിടക്കകൾ ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്ന്. അപ്പൊ അപ് ടു 50 ബെഡ്സ്, ഒരു 50 ബെഡ് ഉള്ളെങ്കിൽ, 50 ബെഡ് വരെ ഉള്ളെങ്കിൽ അവിടെ എത്ര ഫാർമസിസ്റ്റിന്റെ ആവശ്യമുള്ളൂ? 3 ഫാർമസിസ്റ്റിന്റെ ആവശ്യമുള്ളൂ. അപ് ടു 100 ബെഡ്സ് ആണെങ്കിൽ അതെന്താവും? 5 ഫാർമസിസ്റ്റോ. അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ 8 ഫാർമസിസ്റ്റ്. അപ് ടു 300 ബെഡ്സ് 10 ഫാർമസിസ്റ്റ്. അപ് ടു 500 ബെഡ്സ് 15 ഫാർമസിസ്റ്റ്. ഓക്കെ ആണത്? നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാട്ടോ. അപ് ടു 300 ബെഡ് ആണെങ്കിൽ എത്ര നഴ്സിന്റെ, എത്ര ഫാർമസിസ്റ്റിന്റെ ആവശ്യമുണ്ടെന്നൊക്കെ മനസ്സിലാക്കണേ ആ ബോക്സ്. അപ് ടു 50 ബെഡ്സ് 3 ഫാർമസിസ്റ്റ്. അപ് ടു 100 ബെഡ്സ് 5 ഫാർമസിസ്റ്റ്. അപ് ടു 200 ബെഡ്സ് 8 ഫാർമസിസ്റ്റ്. അപ് ടു 300 ബെഡ്സ് 10 pharmacists. Up to 500 beds 15 pharmacists. Next എടുത്താലോ? ഹലോ മാം, ഒരു 1 മിനിറ്റ് ഒന്നും കൂടെ അത് കാണിക്കുവോ? സ്ക്രീനിൽ ഒന്നും കൂടെ അത് കാണിക്കുവോ? അത് എഴുതാൻ വിട്ടുപോയി. എന്താണ് ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റിന്റെ എണ്ണം തീരുമാനിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്, എത്ര ബെഡുകൾ ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പൊ ഒരു 500 ബെഡുള്ള ഹോസ്പിറ്റലിൽ ഒരു 8 ഫാർമസിസ്റ്റിനെ നിർത്തിയാൽ മതിയാവോ? തികയോ? ഇല്ല. ഇല്ലല്ലോ. അവിടെ ഭയങ്കര ഫ്രഷ് വരാൻ, മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോടത്തൊക്കെ ഭയങ്കര തിരക്ക് വരാൻ സാധ്യതയില്ലേ? എന്താണ് ഒരു ബെഡിന്റെ എത്ര സ്ട്രെങ്ത് ഉണ്ട് ഒരു ഹോസ്പിറ്റൽ, അതിനെ അടിസ്ഥാനമാക്കിയാണ് അവര് ഫാർമസിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കുന്നത്. എഴുതി മാം, അത് കഴിഞ്ഞു. നെക്സ്റ്റ്, ഫ്ലോ ചാർട്ട് ഫോർ റിക്വയർമെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ ആരൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. ആദ്യം എന്തായിരിക്കും? ഹെഡ് ഓഫ് ദ ഫാർമസിസ്റ്റ് ആരാണ്? ഡയറക്ടർ ആണ്. ആരാണ്? ഡയറക്ടർ. പിന്നെന്താണ്? പിന്നെ നെക്സ്റ്റ് ഡയറക്ടറിന് അണ്ടറിൽ വരുന്നത് സൂപ്രണ്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ്, അതല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും.
നമുക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, ഫംഗ്ഷന് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ എന്താണ് നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ ആരായിരിക്കും നോക്കുന്നത്? ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ഇല്ലേ അവിടുത്തെ പ്രവർത്തനങ്ങള് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ ഫാർമസിയിലെ കാര്യങ്ങള്. അപ്പൊ നോക്കിയേ, ചീഫ് ഫാർമസിസ്റ്റ് ആരായിരിക്കണം? ഒരു എം.ഫാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കണം. നെക്സ്റ്റ് അവരുണ്ടല്ലോ ആരൊക്കെയാ തന്നെ? ഫാർമസിസ്റ്റ് എന്തിനാണ്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡ്രഗ് വിതരണം ചെയ്യാനായിട്ട് ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവാം. പിന്നെ വേറെ ഫാർമസിസ്റ്റ് വേണം. അതെന്തിനാണ്? മെഡിക്കൽ സ്റ്റോർ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ചെല്ലുമ്പോൾ നമ്മളിന്ന് പ്രിസ്ക്രിപ്ഷന്റെ ഇത് വാങ്ങിച്ചിട്ട്, അതല്ലെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് എടുത്തങ്ങാണ്ട് അവരെന്ത് ചെയ്യും? മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവും അല്ലെ? ഫാർമസിന്റെ ഉള്ളിൽ തന്നെ മെഡിക്കൽ സ്റ്റോർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെയുള്ള ഫാർമസിസ്റ്റിന് കൊടുക്കും. അവരാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ എടുത്തങ്ങാണ്ട് ഇവർക്ക് കൊടുക്കുന്നത്. കണ്ടിട്ടുണ്ട്? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റുകൾക്ക് കൊടുക്കുക. പിന്നെന്താണ്? ടു ഫാർമസിസ്റ്റ്. പറയോ മിസ്, ഒന്നുകൂടെ പറയോ? ഓക്കെ, നമുക്ക് ഹെഡ് ഓഫ് ദ ഫാർമസിയിൽ വരുന്നത് ഡയറക്ടർ ആണ്. ഡയറക്ടറിലെ അണ്ടറില് സൂപ്രണ്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ്. അതാരാണ്? ഒന്നില്ലെങ്കിൽ ഒരു എം.ഫാം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും ചീഫ് ഫാർമസിസ്റ്റ് ആയിട്ട് വന്നത്. അവരുടെ അണ്ടറിൽ ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവും. ആളുടെ ഡ്യൂട്ടി എന്താണ്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. ആളെന്താ? ഡ്രഗ് മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. വേറെ ഫാർമസിസ്റ്റ് ഉണ്ടാവും. അത് ആളുടെ ഡ്യൂട്ടി എന്താണ്? മെഡിക്കൽ സ്റ്റോർ. നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ പോകുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് മേടിക്കുക. അതല്ലെങ്കിൽ അവിടെയുള്ള പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് എടുത്ത് അവർ നോക്കിയതിന് ശേഷം മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റുകൾ കൊടുക്കും. അവരാണ് മെഡിക്കൽ സ്റ്റോറിന് എന്താ മരുന്നുകൾ എടുക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഡിസ്പെൻസിങ് നിൽക്കുന്നുണ്ടാവും വേറെ 2 ഫാർമസിസ്റ്റുകൾ. അവരുടെ കയ്യിൽ കൊടുക്കും. നിങ്ങൾ ജസ്റ്റ് ആ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പോകുമ്പോൾ കണ്ടിട്ടുള്ളൂ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഒരാൾ നമ്മുടെ ചാർട്ട് എടുത്ത് നോക്കും. അവരെന്നിട്ട് ആ ചാർട്ട് എന്തായിരിക്കും? മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റിന് കൊടുക്കും. അപ്പൊ അവരത് നോക്കി കാണിട്ട് മെഡിസിൻസ് എടുത്തങ്ങാട്ട് അവരെന്ത് ചെയ്യും? ഡിസ്പെൻസിങ്ങിനൊക്കെ ഉണ്ടാവും. അതായത് പേഷ്യന്റിന് മരുന്നുകൾ കൊടുക്കാൻ നിൽക്കുന്നുണ്ടാവും 2 ഫാർമസിസ്റ്റ്. അവർ കൊടുക്കും. അതാണ് 2 ഫാർമസിസ്റ്റ്. എന്തിനു വേണ്ടിയിട്ട്? ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മൾ ഫാർമസിയിലുള്ള മെഡിസിൻസിന്റെ എന്ത് ചെയ്യുക? ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ്? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ഒരു ഫാർമസിസ്റ്റും കൂടിയും വേണം. മനസ്സിലായാ? ആരാണ്? ഡയറക്ടർ, സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്. അവരുടെ അണ്ടറിൽ ഒരു ഫാർമസിസ്റ്റ് വരും. എന്തിനു വേണ്ടിയിട്ട്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ വേറൊരു ഫാർമസിസ്റ്റ് മെഡിക്കൽ സ്റ്റോർ. പിന്നെ 2 ഫാർമസിസ്റ്റ് എന്തിനു വേണ്ടിയിട്ട്? ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ആരാണ്? ക്വാളിറ്റി കൺട്രോളിന് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റും കൂടി വേണം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡയഗ്രത്തില്, ഫ്ലോ ചാർട്ടില്? നോ മാം. ഇനി നിങ്ങൾക്കത് നിങ്ങളോട് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് മൈൻഡിൽ നിന്ന് എടുത്ത് വരച്ചൂടെ? ക്ലിയർ അല്ലേ? എത്രയും നെക്സ്റ്റ് എന്താണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതില് ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്? ആരാണ്? മെഡിക്കൽ സൂപ്രണ്ട്. ആളായിരിക്കും അതിന്റെ ചെയർമാൻ. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? മെഡിക്കൽ സൂപ്രണ്ട്. പിന്നെ ഓൾ HODs. നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹെഡ് ആയിരിക്കും.
ഇപ്പൊ നഴ്സിംഗ് ഇതാണെങ്കിൽ അതിലൊരു ഹെഡ് ഉണ്ടാവും, പിന്നെ പീഡിയാട്രിക് ആണെങ്കിൽ ആ സെക്ഷനിൽ ഒരു ഹെഡ് ഉണ്ടാവും. അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ ഹെഡ് ആയിരിക്കും. അപ്പൊ ഓൾ HODs, HOD എന്ന് പറഞ്ഞാല് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, വേണമെങ്കിൽ എഴുതിയെടുത്തോ, HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അവരൊക്കെ എന്താണ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ്. പിന്നെ നഴ്സിംഗ് സൂപ്രണ്ട് ആള് മെമ്പറാണ്. പിന്നെ ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും മെമ്പർ സെക്രട്ടറി. നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരിക്കും? ചീഫ് ഫാർമസിസ്റ്റ്. ആരൊക്കെയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ വരുന്നത്? മെഡിക്കൽ സൂപ്രണ്ട്, ചെയർമാൻ, പിന്നെ ഓൾ HODs എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡ്, പിന്നെ നഴ്സിംഗ് സൂപ്രണ്ട് മെമ്പർ ആയിരിക്കും, പിന്നെ ചീഫ് ഫാർമസിസ്റ്റ് ആണ് സെക്രട്ടറി. കഴിഞ്ഞില്ലേ? ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഓക്കെ നെക്സ്റ്റ് എന്താണ്? ഫങ്ഷൻസ്. നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് പറയാലോ? To prepare of hospital drug formality അല്ല, formulary means drug list. എന്ത് ചെയ്യാ? ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഏതൊക്കെ മെഡിസിൻസ് ഉണ്ട്, ഏതൊക്കെ മരുന്നുകൾ ഇൻക്ലൂഡഡ് ആണെന്നുള്ള ഒരു ഡ്രഗ് ലിസ്റ്റ് ഉണ്ടാക്കുക. ഫോർമുലറി ഉണ്ടോ? ഫോർമാലിറ്റി അല്ല, ഫോർമുലറി. To prepare of hospital drug formulary, ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ്. ഏതൊക്കെ മരുന്നുകൾ അവിടെ ഉണ്ട്, അവൈലബിൾ ആണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കുക, പ്രിപ്പയർ ചെയ്യുക. To select of manufacturer and suppliers mode of procurement. എന്താണ് നമ്മ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തപ്പോ പറഞ്ഞു? ഫോർമുലറി മീനിങ് ഡ്രഗ് ലിസ്റ്റ്. To select of manufacturer and suppliers, നമ്മ ഫസ്റ്റ് പറഞ്ഞില്ലേ ഒരു എന്താണ് വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കാന്നൊക്കെ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടാ? ഫങ്ഷൻസില് ഓർമ്മയുണ്ടാ? അതാണ് പറഞ്ഞത്. അങ്ങനെയുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ആരാ? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ് അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുക. പിന്നെന്താണ്? സപ്ലയേഴ്സിനെ ഇപ്പൊ നമുക്ക് മരുന്നുകൾ സപ്ലൈ വിതരണം ചെയ്യാനും അതിനുള്ള നിർമ്മാതാക്കളെ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാ? അവരിന്ന് മരുന്നുകൾ കറക്റ്റ് ടൈമില് ഫാർമസിയിൽ കിട്ടുന്നുണ്ടോ, അവരെല്ലാ മരുന്നുകളും എത്തിച്ചോ, അതൊക്കെ ചെയ്യണ്ടേ? ലഭ്യതയും കൂടി ഉറപ്പുവരുത്തണ്ടേ സപ്ലയേഴ്സിന്റെ അടുത്തുനിന്ന്? അതും കൂടി ഇവരെ ഡ്യൂട്ടിയാണ്. ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയേഴ്സ് മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, ലഭ്യതയും കൂടി ഉറപ്പുവരുത്തണം. ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. എന്താണ്? പുതിയ മരുന്നുകൾ ഫാർമസിയിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ എന്താണ്? പുതിയ അസുഖങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മ നാള് കൊറോണ പുതിയ അസുഖല്ലേ ആണാ? എന്താണ് ആരും പറയാത്തെ? അതെ. അപ്പൊ എന്തേത്? അതിന് പുതിയൊരു ഇൻസുലിൻ ഒക്കെ കണ്ടില്ലേ? പുതിയ വാക്സിൻ എന്താണ്? പുതിയ അസുഖങ്ങൾ വരുമ്പോ എന്ത് ചെയ്യണം? പുതിയ മെഡിസിൻസ് ഉൾപ്പെടുത്തണം. ചില അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഇഫക്റ്റീവായ നല്ല രീതിയിൽ ഇഫക്റ്റ് ചെയ്യണം മെഡിസിൻസ് ഒക്കെ ഇവര് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ ഫാർമസിയിൽ ഉൾപ്പെടുത്തണ്ടേ? അതാണ് ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, പുതിയ ഡ്രഗ്സുകൾ ഉൾപ്പെടുത്തുക. ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്, ഇപ്പൊ ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ എന്ത് ചെയ്യാം? അവിടെ നിന്ന് എടുത്തു മാറ്റാം, ഡിലീഷൻ ചെയ്യാം. ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD. എന്താണ് OPD എന്ന് പറഞ്ഞ കഴിഞ്ഞ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാം? മരുന്നുകൾ മെഡിസിൻസ് വിതരണം ചെയ്യുക. പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ്
മോണിറ്ററിങ് നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനത്തിന് ആവശ്യമായ പോളിസികൾ കൊണ്ടുവരാം, പദ്ധതികൾ കൊണ്ടുവരാം, അത് നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്ററൈസ് ചെയ്യുക, നിരീക്ഷിക്കുക. ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി എന്താണ്? നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനത്തിന് ആവശ്യമായ പൈസ വേണ്ടേ? വെറുതെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതിയാ? അത് നടപ്പിലാക്കണമെങ്കിൽ ഇപ്പൊ പുതിയ മെഡിസിൻസ് വാങ്ങണമെങ്കിലൊക്കെ ബഡ്ജറ്റ് വേണ്ടേ? അങ്ങനെയുള്ള ബഡ്ജറ്റുകൾ അനുവദിച്ചു കൊടുക്കുക. അതൊക്കെ ആരുടെ ഫങ്ഷൻസ് ആണ്? ജോലികളാണ്. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം വികസിപ്പിക്കുക. നമുക്ക് അതിന്റെ ദിവസത്തൊക്കെ പറഞ്ഞിരുന്നു ഡ്രഗ് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെ? ഡ്രഗിന്റെ ഒരു ഡ്രഗ് കഴിച്ചാൽ എന്തൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാവും, എന്തൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷനും ഡെവലപ്പ് ചെയ്യണതും കൂടി ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷനാണ്. ടു ചെക്ക് ഫോർ ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി. കൂടാതെ എന്ത് ചെയ്യണം? ഫാർമസിയിലെ റെക്കോർഡ്സുകൾ, ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, എത്ര സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ ഉണ്ടാവും. അത് ആ റെക്കോർഡ് ചെക്ക് ചെയ്യുക. പിന്നെ കൂടാതെ എന്താണ്? മരുന്നുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ്, ഡ്രഗിന്റെ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല രീതികളിലുള്ള മരുന്നുകളൊക്കെ, നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്റ്റാൻഡേർഡുള്ള മരുന്നുകൾ എന്ത് ചെയ്യുക? ഫാർമസിയിൽ ഉൾപ്പെടുത്തുക. ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ്. അപ്പൊ നമുക്കറിയാം എല്ലാം. ഇപ്പൊ നമ്മൾ എന്ത് മാർക്കറ്റിൽ എന്തൊരു സാധനം മേടിച്ചാൽ അവർക്ക് എന്തുണ്ട്? ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇപ്പൊ മെഡിസിൻസിന്റെ നമുക്കറിയാം, മെഡിസിൻസിന്റെ പാക്കിൽ കാണാൻ പറ്റില്ലേ? കണ്ടിട്ടില്ലേ? എക്സ്പയറി പാക്കിംഗ് ഡേറ്റ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ എന്താവും? എന്തായാലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മെഡിസിൻസ് ഉണ്ടാവാതിരിക്കോ? ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാ? നശിപ്പിക്കുക എന്നുള്ളതും കൂടി ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. മനസ്സിലായ? To prepare a hospital drug formulary, formality അല്ല, formulary. പിന്നെ to select of manufacturer and suppliers, mode of procurement, to add of new drugs, പുതിയ മരുന്നുകൾ ഉൾപ്പെടുത്തുക, പഴയ മരുന്നുകളെ ഡിലീഷൻ ചെയ്യുക, വേണ്ടാന്ന് വെക്കുക. രണ്ടാമത്തെ മീനിങ് ഒന്ന് പറഞ്ഞുതരുമോ? എന്താണ് രണ്ടാമത്തെ സെന്റൻസിന്റെ മീനിങ്? To select of manufacturer and suppliers, mode of procurement ആണ്. നമ്മുടെ മാനുഫാക്ചേഴ്സിനെ, വിതരണക്കാരെ, നിർമ്മാതാക്കളൊക്കെ തെരഞ്ഞെടുക്കേണ്ടതാരാ? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അവർ തെരഞ്ഞെടുത്താൽ മാത്രം മതിയാ? അവരേന്ന് മരുന്നുകളുടെ ലഭ്യതയും കൂടി ഉറപ്പുവരുത്തണ്ടേ? അതാണ് മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. നമുക്ക് ഫങ്ഷൻസിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വേർഡ് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞ് selection of trustworthy suppliers, functions of hospital pharmacy പഠിച്ചപ്പോ അറിഞ്ഞോയാ? ഓർമ്മയുണ്ട് മിസ്, ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള വിതരണക്കാരെ സെലക്ട് ചെയ്യണതാരാ? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. പിന്നെ അവിടെ നിന്ന് എന്താണ്? തെരഞ്ഞെടുത്താൽ മാത്രം മതിയാ? മെഡിസിൻസിന്റെ ലഭ്യതയും കൂടി ഉറപ്പുവരുത്തണ്ടേ? കറക്റ്റ് ടൈമിൽ അവർ മരുന്ന് കൊണ്ടുവന്നോ എന്നൊക്കെ ഉറപ്പുവരുത്തണ്ടേ? നമ്മൾ തന്നെ ഒരു സാധനം ഓർഡർ ചെയ്ത് ഇപ്പൊ എന്തെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് സാധനം കിട്ടിയാലും കൂടി നമ്മൾ ഉറപ്പാക്കണില്ലേ? ലോൺ എന്തോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ആരും അൺമ്യൂട്ട് ആക്കിയെന്ന് തോന്നുന്നുണ്ട്. To select of manufacturers and suppliers, mode of procurement. Next, to add of new drugs and deletion of old drugs. പുതിയ മരുന്നുകൾ ഉൾപ്പെടുത്തുക, പഴയ മരുന്നുകളുടെ ഡിലീഷൻ വേണ്ടാന്ന് വെക്കുക, അവോയ്ഡ് ചെയ്യുക. Drugs to be supplied in a OPD. എന്താണ്? ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മരുന്നുകൾ സപ്ലൈ ചെയ്യുക. പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ്
മോണിറ്ററിംഗ് ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതികൾ നടപ്പിലാക്കാം, പോളിസികൾ കൊണ്ടുവരാം, പദ്ധതികൾ കൊണ്ടുവരികയും ചെയ്യാം. അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോന്നുകൂടി മോണിറ്ററൈസ് ചെയ്യുക. ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി ഫാർമസിയിലേക്കുള്ള ചെലവിന് ആവശ്യമായ ബഡ്ജറ്റ് കൊടുക്കുക. ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഡ്രഗിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം വികസിപ്പിക്കുക. ടു ചെക്ക് ഓഫ് ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി ഫാർമസിയിലെ റെക്കോർഡ്സ് മരുന്നുകള് കുറിച്ച് എന്തെങ്കിലും ഒരു റെക്കോർഡ്സ് ഉണ്ടാവും, അത് ചെക്ക് ചെയ്യുക. കൂടാതെ ക്വാളിറ്റി കൺട്രോളും ഡ്രഗിന് മെഡിസിൻസിന്റെ ക്വാളിറ്റി കൺട്രോളും ചെക്ക് ചെയ്യുക. ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്താണ് ഡ്രഗിന്റെ ക്വാളിറ്റി കൺട്രോളിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരേപോലെ നിർത്തുക. ആദ്യത്തേതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്റ്റാൻഡേർഡുള്ള മരുന്നുകൾ കൊണ്ടുവന്നു, പിറ്റേതാണ് അവർ കൊണ്ടുവന്നിട്ട് ചീപ്പ് ക്വാളിറ്റിയുള്ള മെഡിസിൻസ് ഉപയോഗിച്ച പേഷ്യന്റ് അങ്ങനത്തെ മരുന്നുകളൊക്കെ ഉൾപ്പെടുത്തിയ പാടല്ലേ. എന്താണ് അങ്ങനെ ഒന്നും ചെയ്യാതെ ഡ്രഗിന്റെ സ്റ്റാൻഡേർഡും ക്വാളിറ്റി കൺട്രോളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള് നശിപ്പിക്കുക, ഡിസ്പോസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിയ എല്ലാവരും ഫങ്ഷൻസ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ്. മാം ആ ഏഴാമത്തല്ലേ അതൊന്ന് പറഞ്ഞുതരോ? ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡ്രഗിനെ കുറിച്ച് ഇപ്പൊ ഒരു മെഡിസിൻ കിട്ടിയാല് അത് ഏത് സപ്ലൈസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മാനുഫാക്ചറാണോ കൊണ്ടുവന്നത്, അങ്ങനെയുള്ള ആ ഡ്രഗ് കഴിച്ചാൽ ആ മെഡിസിൻ കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവോ, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ എന്തുണ്ടാവും, ഓരോ ഇൻഫർമേഷൻ ഉണ്ടാവും അവർക്ക് ഓരോ ഡ്രഗിനെ കുറിച്ചുള്ള. അങ്ങനെയുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെ പഠിച്ചേ? ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? ഹോസ്പിറ്റൽ ഫാർമസി എവിടെ സ്ഥിതി ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ച്. ഇൻഫ്രാസ്ട്രക്ചറിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. നെക്സ്റ്റ് എന്താണ്? എക്യുപ്മെന്റ്സ്. ഹോസ്പിറ്റൽ ഫാർമസിയില് എന്തൊക്കെ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തണം? ഓക്കെ, ഡൗട്ട് വല്ലതുണ്ടോ എന്ന് നോക്കി ഒന്ന് ജസ്റ്റ് നോക്കി എക്യുപ്മെന്റ്. ഈ സ്റ്റാഫിംഗിൽ വന്നിട്ടില്ലേ, there should be drug and therapeutic committee for advice and decision making. ഇപ്പൊ മനസ്സിലായ തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താണെന്നും ആ ഒരു ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലായ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ടത്, എന്തൊക്കെ ഉപദേശങ്ങളായിരിക്കും ഫാർമസിക്ക് കൊടുക്കാറുള്ളത്, എന്താണ് മെഡിസിൻസിനെ കുറിച്ച്, ഏതൊക്കെ മരുന്ന് എവിടെ നിന്നൊക്കെ വാങ്ങണം, ഏതൊക്കെ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കണം, ആ ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെ കൊണ്ടുവരണം, അങ്ങനെയുള്ളതിനെ കുറിച്ച്. പിന്നെന്താണ് ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ഫ്ലോ ചാർട്ട്. ഹെഡ് ഓഫ് ദ ഫാർമസി ആരാണ്, അതിന്റെ അണ്ടറിൽ ആരാണ്, ഒരു ഫ്ലോ ചാർട്ട്. മനസ്സിലായത് ഫ്ലോ ചാർട്ട്? മനസ്സിലായി. നെക്സ്റ്റ്
ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെയാ ഉൾപ്പെടുന്നത്? ആരൊക്കെയാണ്? മെഡിക്കൽ സൂപ്രണ്ട്, ഓളച്ചോഡീസ്, നഴ്സിംഗ് സൂപ്രണ്ട്, ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റ് ആരായിരിക്കും? മെമ്പർ ഓഫ് സെക്രട്ടറി. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ സെക്രട്ടറി ആരായിരിക്കും? മെമ്പർ സെക്രട്ടറി, ചീഫ് ഫാർമസിസ്റ്റ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുക, സപ്ലയേഴ്സിനെ മാനുഫാക്ചറിംഗ് തിരഞ്ഞെടുത്താൽ മാത്രം പോലെ അവരിൽ നിന്നും മെഡിസിൻസിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക, പുതിയ മരുന്നുകൾ ഉൾപ്പെടുത്തുക, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഫാർമസിയിലെ പോളിസികൾ കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്യുക, ബഡ്ജറ്റ് അനുവദിച്ചു കൊടുക്കുക, ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ഫാർമസിയിലെ റെക്കോർഡ്സ് ക്വാളിറ്റി ചെക്ക് ചെയ്യുക, ഫാർമസിയിലെ മെഡിസിൻസിന്റെ ക്വാളിറ്റി കൺട്രോളും സ്റ്റാൻഡേർഡും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളെ ഡിസ്പോസ് ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ് മാം. ബാക്കി നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ആവശ്യപ്പെട്ടിട്ട് എന്തെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you. താങ്ക് യു മാം. Thank you, ma'am.